ശശി തരൂരിനെ തിരുത്തിക്കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ കെടുതിയായിട്ടുള്ള സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വാഭാവികമാണല്ലോ, കുറ്റം പറയേണ്ടതില്ല. കാര്യം നല്ലത് പറയാൻ പാടില്ല. അത് പറയാൻ പഴയ മാടമ്പി കാലഘട്ടത്തിലെ ഞങ്ങളുടെ സവർണബോധങ്ങൾ അനുവദിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പിന്നോക്കക്കാർ ചെയ്യുന്ന കാര്യമാണെങ്കിൽ അതത്ര ശരിയാവത്തില്ല. അത് ഞങ്ങൾ സവർണ കുടുംബക്കാർ ചെയ്താലേ എല്ലാം ശരിയാവത്തുള്ളൂ. പ്രത്യേകിച്ച് സുരേഷ് ഗോപി പറയുന്നില്ലേ, ഉന്നത കുലജാതർ. ആ ഉന്നത കുലജാത മനസ്സുമായി നടക്കുന്ന സതീശനും കേരളത്തിലെ വ്യവസായ മേഖലയിലുണ്ടായ ഈ മാറ്റം അത് തരൂർ പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് മേനോൻ്റെ കണ്ടെത്തൽ. അല്ല, കേരളത്തിൽ മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോൾ. അത് സ്വാഭാവികമായിട്ടത് മെച്ചപ്പെട്ട് വരേണ്ടതുണ്ട്. മെച്ചപ്പെട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ശശി തരൂർ എന്ത് സാഹചര്യത്തിൻ്റെ പുറത്ത്, എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഉദാഹരണം, കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത്. ഞാൻ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് സംരംഭമാണ് കേരളത്തിൽ 3 ലക്ഷം? അപ്പോൾ മിനിമം ഒരു നിയോജകമണ്ഡലത്തിൽ ശരാശരി ഒരു 2000 സംരംഭം വെച്ച് തുടങ്ങണം, വേണ്ടേ? ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ 2000 സംരംഭം തുടങ്ങിയിട്ടുണ്ട്, അതേ 500 സംരംഭം തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഈ നാട്ടുകാർ, ഈ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നവർ വന്ന് ബേക്കറി തുടങ്ങും, പെട്ടിക്കട തുടങ്ങും, ചെറിയ തുണിക്കട തുടങ്ങും. അതൊക്കെ വ്യവസായ സംരംഭങ്ങളായി കേരളത്തിൽ കൂട്ടരുത്. അപ്പോൾ 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും. ശശി തരൂർ ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ. അടുത്ത ദിവസം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ കിഫ്ബി പൈസ തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിലിട്ടിരുന്ന പണമല്ല എന്ന് പിണറായിയോട് പറഞ്ഞതിന് മറുപടി കൊടുത്തിരുന്നു. ഒരു കോരൻ്റെ മകന് എവിടെ നിന്നാണ് തറവാട്ട് സ്വത്ത്? കയറിക്കിടക്കാൻ തന്നെ ഒരു കൂര കിട്ടിയതും EMS സർക്കാർ ആദ്യമായി അധികാരത്തിൽ വന്നിട്ട് കുടിയിറക്കൽ നിരോധന നിയമം നടപ്പാക്കിയതിന് പിന്നാലെയാണ്. അന്ന് തൊട്ടേ ഇവിടെ പാവപ്പെട്ടവർക്ക് ഭൂമിയുള്ളൂ. അല്ലാതെ തറവാട്ട് സ്വത്തിൻ്റെ കാര്യമൊക്കെ സതീശ മേനോൻ്റെ കുടുംബത്തിലല്ലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ലോകപരിചയമുള്ള, ലോകം കണ്ടിട്ടുള്ള, ലോകത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളൊരു മനുഷ്യൻ കേരളത്തിലെ വ്യവസായ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റം സതീശൻ്റെ കണ്ണി കുരുവാണ്, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ രീതിയിലേ പറയത്തുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതുവരെ ഒരാളെക്കുറിച്ചും നല്ലത് വരാത്തൊരു വായാണ്, നാവാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. സ്വന്തമായിട്ട്, അതായത് ഞാനാണ് സർവകലാ വല്ലഭൻ, ഞാൻ ചെയ്താലേ എല്ലാം ശരിയാകുള്ളൂ എന്ന് സ്വയം ധരിച്ച് നടക്കുന്ന ഒരു വിഡ്ഢീശൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തി ഈ നാടിന് കഴിഞ്ഞ 8 വർഷത്തിനിടയിലുണ്ടായ കുതിപ്പ് കാണുമ്പോൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അത് ഉള്ളിലെ സവർണ ചുരുക്കാണ്. ആ ചുരുക്കിനെ തൽക്കാലം നമ്മൾ വകവയ്ക്കേണ്ടതില്ല. UN-മായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ശശി തരൂർ ലോകത്താകമാനം സഞ്ചരിച്ച് അതിൻ്റെ അനുഭവ പരിജ്ഞാനത്തിൽ ഈ നാടിൻ്റെ മാറ്റങ്ങൾ കഴിഞ്ഞ 3 ടേണായി ജനപ്രതിനിധിയായി തുടരുന്ന അദ്ദേഹം സ്വാഭാവികമായി അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ദേശീയ മാധ്യമം അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഈ നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് തുറന്നെഴുതി. അതിനി പാർട്ടി അന്വേഷിക്കുമത്രേ. ഉള്ള കാര്യം പറഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ ഉണ്ടാവില്ല. ഈ നാട്ടിൽ പച്ചക്കള്ളം, പിടിച്ചുപറി, കൊള്ളത്തരം ഇത് കാണിക്കുന്നവന്മാർക്ക് മാത്രമേ കോൺഗ്രസിൽ സ്ഥാനമാനമുള്ളൂ. അവരെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കത്തുള്ളൂ. കാര്യം നയിക്കുന്നവരെ കൊള്ളക്കാരാണ്. സ്വാഭാവികമായിട്ടും അവർ ഇഷ്ടപ്പെടുന്നതും ആരെയായിരിക്കും? നല്ല കാര്യങ്ങൾ പറയുന്നവരെ ഇഷ്ടപ്പെടില്ല. കൊള്ളത്തരവും പിടിച്ചുപറിയുമുള്ളവരെ മാത്രമേ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ എന്നുള്ളതാണ് സതീശൻ ആ സ്വരത്തിലൂടെയും ആ വാക്കുകളിലൂടെയും ഒരു നല്ല കാഴ്ചപ്പാടിനെ തള്ളിപ്പറഞ്ഞതിലൂടെ ബോധ്യമാകുന്നത്.